എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അയ്യോ, എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ സാർ എന്നെ വിളിച്ച് 10 ലക്ഷം രൂപ അനീഷിന് സന്തോഷത്തോടെ തരികയാണ് എന്ന് പറഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലുതായിരുന്നു. കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയുടെ മരണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇത്. ശരിക്കും നമുക്കറിയാം, ബിഗ് ബോസിൽ സെക്കൻഡ് പ്ലേസ് കിട്ടിയ അനീഷിന് എത്രത്തോളം അത് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനീഷിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അനീഷ് ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും നിലച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമ്മാനം കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോയ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അന്ന് ഈ പറയുന്ന അനീഷിന് ഡോക്ടർ റോയ് കൊടുത്ത ആ ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു, പക്ഷേ അദ്ദേഹം അത് ചെയ്തു. അത് തീർച്ചയായിട്ടും അനീഷിന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം തന്നെ ആയിരിക്കും എന്ന കാര്യം സംശയമില്ല. അത് അനീഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി പ്രകടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞ ചില കാര്യങ്ങളുമുണ്ട്. ഈ പറയുന്ന തരത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അനീഷ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വിന്നർ ആവേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് എന്നുള്ളത് പലരും പറഞ്ഞ ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷെ അത് അനീഷിന്റെ വായിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അനീഷ് ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യത്തിൽ അനീഷ് അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി വിന്നർ ആവാതിരുന്നതിൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് അനീഷിന് അത് ഹർട്ടായിട്ടുണ്ട് എന്നുള്ളത് അനീഷിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അനീഷിന് കിട്ടിയ ആ ഒരു വരവേൽപ്പ് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു BB വിന്നർക്ക് കിട്ടിയ ആ ഒരു വരവേൽപ്പിന്റെ നിന്നും ഇരട്ടിയായിരുന്നു അനീഷിന് ലഭിച്ച സ്വീകരണവും അതോടൊപ്പം തന്നെ ആ ഒരു വരവേൽപ്പ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ ആയിരിക്കും അനീഷിന് എന്ന കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വിന്നറാകാമായിരുന്നു എന്നത് അനീഷിന് തന്നെ ബോധ്യപ്പെട്ട ആ ഒരു നിമിഷം ശരിക്കും ഒരു നഷ്ടബോധം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും അനീഷിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ഒരു സന്ദർഭത്തിലായിരുന്നു ഈ പറയുന്ന ഡോക്ടർ റോയുടെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. അതായത് 10 ലക്ഷം രൂപയോളം അനീഷിന് ലഭിക്കുന്ന തരത്തിലോട്ട് പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് തന്നെ അത് തീർച്ചയായിട്ടും അനീഷിനെ പോലൊരു വ്യക്തിക്ക് നിലച്ചിരിക്കാതെ കിട്ടിയ ഒരു ലോട്ടറി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അനീഷ് തന്നെ തുറന്നു പറയുന്നുമുണ്ട്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്. ആ ഷോയിൽ നിന്നും ഇറങ്ങിയിട്ടും പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ നിന്നും ഒരു നേട്ടമുണ്ടാക്കിയ വ്യക്തി തന്നെയാണ് അനീഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു കോൺഫറൻസ് ഗ്രൂപ്പ് ഈ പറയുന്ന ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയ് അനൗൺസ് ചെയ്ത ആ ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സീസണിലും ആർക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അത് തീർച്ചയായിട്ടും അനീഷിന് കിട്ടുകയും ചെയ്തു. പക്ഷെ ആ കിട്ടിയ സന്ദർഭത്തിലും ഇപ്പോൾ അത് നൽകിയ ആള് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് അനീഷിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അനീഷിന്റെ ആ ഒരു പോസ്റ്റിന് താഴെ എഴുതിയ ആ ഒരു വാക്കുകളിൽ നിന്നും അനീഷ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ആ ഒരു സന്ദർഭത്തിൽ അനീഷ് പറഞ്ഞ കാര്യത്തിലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. അത് മാത്രമല്ല, ഇനി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സീസൺ 8 ആണ് ഇനി വരാനുള്ളത്. സീസൺ 7 അവസാനിച്ചു കഴിഞ്ഞു. ഇതുവരെയും ബിഗ് ബോസിലെ ക്യാഷ് പ്രൈസ് ഫസ്റ്റ് വിജയിക്കുന്ന വ്യക്തികൾക്ക് നൽകിയിരുന്ന ക്യാഷ് പ്രൈസ് നൽകിയിരുന്ന ഡോക്ടർ റോയ് അല്ലെങ്കിൽ കോൺഫറൻസ് ഗ്രൂപ്പ് ഇനി സീസൺ 8 എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം എമൗണ്ട് ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകേണ്ടത് ഈ ഒരു ഷോയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഒരു സ്പോൺസർ വേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന തരത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞ സീസണിൽ വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇനി വരാൻ പോകുന്ന സീസൺ കുറച്ചുകൂടി നേരത്തെ തുടങ്ങാനായിട്ടാണ് ബിഗ് ബോസ് നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ. പക്ഷേ അത് ഇനി വൈകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കുമോ ഇനിയുള്ള സീസണിലും ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത്? അതല്ല ഇനി മാറി മറ്റൊരാൾ അവിടേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.
സോ നമുക്കത് കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി വരുന്ന സീസൺ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് തുടങ്ങുമോ അതല്ല കുറച്ച് താമസിച്ചായിരിക്കുമോ ബിഗ് ബോസ് തുടങ്ങുക എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്.